നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പോലും ഒരു ഭാര്യനെയും അടിച്ചിട്ടില്ല എന്നുള്ളത്. ചില ആളുകൾ ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് ഭാര്യനെ ഒരടിന് കൊടുക്കും. അതൊരാണത്താണ്, ഒരു പൗരുഷാണെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പോലും ഒരു ഭാര്യയെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഒന്ന് അടിച്ചിട്ടില്ല എന്ന്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി. ഭാര്യമാരെ തല്ലിൽ ധീരതയായിട്ടൊന്നും ഇസ്ലാം കാണുന്നില്ല. ധീരതയെ കാണുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു ഭാര്യനെ ഒരു അടി അടിക്കണമെങ്കിൽ എന്തെല്ലാം സ്റ്റെപ്പ് കഴിയണം. ഭാര്യയിൽ നിന്ന് പിണക്കം വെളിവായാലാണ് ഇതൊക്കെ ഉള്ളത്. അതിന് മുമ്പ് വഴലു പറയണം, കിടപ്പറ മാറി കിടക്കണം, ഇങ്ങനെ ധാരാളം വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിയണം. എന്നിട്ടും തല്ലുമ്പോൾ പറഞ്ഞത് വെച്ചിട്ടാ ഒരു തലോടലേ പറ്റുള്ളൂ, മുറിയാകാത്ത രൂപത്തിലൊരു തലലേ പറ്റുള്ളൂ. നമ്മളൊക്കെ തല്ലിക്കഴിഞ്ഞാൽ ഭാര്യ ഒരാഴ്ചക്ക് വീടിന്റെ പുറത്തിറങ്ങാൻ കണ്ടിരില്ല. ഇവിടെ 5 പേരിന്റെ പാടൊക്കെ വെച്ചിട്ട് അതൊക്കെ വലിയ പാതകമാണ്. നമ്മളെ വിശ്വസിച്ചുകൊണ്ട് ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതല്ലേ. എന്തൊക്കെയായാലും ചിലപ്പോൾ ഇപ്പൊ നമ്മുടെ 2 കുട്ടികളുടെ 3 കുട്ടികളുടെ ഒക്കെ ഉമ്മയാണെങ്കിലും സ്വന്തം വാപ്പാനും ഉമ്മാനും ഉപേക്ഷിച്ച് നമ്മുടെ കൂടെ വന്നവരാണ് അവര്. ആ ഒരു പരിഗണന നമ്മൾ അവർക്ക് കൊടുക്കണം. അതിൽ തന്നെ ചില ആളുകൾക്ക് ഉപ്പുണ്ടാവില്ല, ഉമ്മ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ജീവിച്ച കഷ്ടപ്പാടിൽ നിന്ന് ഒരു പുതിയൊരു ജീവിതം കിട്ടുകയാണല്ലോ, എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒരു പുതിയ ജീവിതം കിട്ടുമല്ലോ എന്ന് കരുതി നമ്മുടെ കൂടെ ഇറങ്ങി വന്നൊരു പെണ്ണാണത്. എന്നിട്ട് ആ പെണ്ണിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് കഷ്ടപ്പെടുത്താനൊക്കെ പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കൂല കേട്ടോ. ആ രീതിയൊന്നും പാടില്ല. ഭാര്യമാരെ തല്ലരുത്. തല്ലാതെ തന്നെ നന്നാവും. സ്നേഹം കൊണ്ട് മാത്രം ഭാര്യമാരെ എന്തെങ്കിലും പ്രശ്നം നന്നാവും. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഭാര്യമാരോട് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രൂപത്തിൽ പെരുമാറണം എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനം.